സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഒരു RC കാറ്. നമ്മൾ അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ ഓടിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു RC കാർ ഇത് വന്നത് MJXൻ്റെ ബ്രോങ്കോ ആണ്, H12YP. സോ നമ്മൾ നോക്കാൻ പോണത് ഈ RC കാർ എങ്ങനെ ക്ലീൻ ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ ഓടിച്ച് വരുന്ന ഒരാളാണെങ്കിൽ അത്യാവശ്യം ചെളിയിലൂടെയും വെള്ളത്തിലൂടെയൊക്കെ ഓടിച്ച് വന്നിട്ട് നമ്മൾ ഈ RC കാർ ക്ലീൻ ചെയ്യാനാണ് പാട്. ഓടിക്കാൻ എല്ലാവർക്കും താല്പര്യമായിരിക്കും. ഒരു പർപ്പസ്ഫുള്ളി ഇത് മേടിക്കുന്ന ഒരാൾ എന്തായാലും ടൈലിട്ട് ഓടിക്കാനല്ല മേടിക്കണേ. അപ്പോൾ തന്നെ എന്തായാലും നമ്മൾ അത്യാവശ്യം ചെളിയിലൂടെയും മണ്ണിലൂടെയും എല്ലായിടത്തേക്കും ഓടിക്കുന്നതാണ്. അപ്പോൾ ഈ RC കാർ നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, മീൻസ് അത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ കാറുകൾ വാഷ് ചെയ്യുന്ന പോലെ ഫുള്ള് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യല്ല ചെയ്യാറ്. ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇലക്ട്രോണിക് ഐറ്റംസിന് ഒരു വിരോധിയായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ചെന്നാൽ ഇപ്പോൾ ഈ കാറ് ആക്ച്വലി ഇറ്റ്സ് വാട്ടർ പ്രൂഫ് കാറാണ്. എന്നിരുന്നാലും നമ്മൾ ഒരുപാട് വെള്ളം ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പോണൻസ്, ബോർഡ്, കാര്യങ്ങൾ ഷോർട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കാര്യം ഇത് അത്യാവശ്യം പ്രൈസുള്ള കാറാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മളിതിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് എൻ്റെ ബാറ്ററി. നമ്മുടെ ബാറ്ററിയിൽ നിന്ന് നമ്മുടെ ഇതിൻ്റെ പവർ മോട്ടറിലേക്കൊക്കെ വരുന്നത് പവർ കണക്ട് ചെയ്യണത്, അത് ഡിസ്കണക്ട് ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് നമ്മളത് ഡിസ്കണക്ട് ചെയ്യുക. അതായത് ഇതിൻ്റെ പവർ ലെവൽ നമ്മൾ 0 ആക്കുക. അതായത് പവർ ഫുള്ള് ഡിസ്കണക്ട് ചെയ്തിടാം. എന്നിട്ട് പിന്നെ അതിന് മുന്നേ ആയിട്ട് നമുക്ക് RC കാറുകൾ, അതായത് ഇതുപോലത്തെ കാറുകൾ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരു ക്ലോത്ത് വെച്ച് ഈ ഗ്യാപ്പിലും എല്ലാം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അതിന് സ്യൂട്ടബിളായിട്ടുള്ളൊരു മെറ്റീരിയൽ, ഒരു പ്രൊഡക്റ്റ്, അതെന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രഷസ്, മീൻസ് ഈ പറയുന്ന പോലെ ഇതാണ്. ഇത് വളരെ ചീപ്പായിട്ട് മേടിക്കാൻ കിട്ടുന്ന ബ്രഷാണ്. പല സൈസിൽ ഇതിപ്പോൾ 5 ബ്രഷ് ഉണ്ട്. ഈവൻ ഇത് ഓരോ സൈസിലാണ് വന്നത്, ഏറ്റവും ചെറുത് വലുപ്പം അനുസരിച്ച്. അപ്പോൾ നമ്മുടെ ആവശ്യം, നമ്മുടെ കാറിൻ്റെ വലുപ്പം അനുസരിച്ച്. ഇപ്പോൾ ഞാനിപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു വലിയ ബ്രഷും ഈ ഒരു ചെറിയ ബ്രഷുമാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ പവർ ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഷാമ്പു, ഈ പറഞ്ഞ പോലെ ഷാമ്പു, ഒരു കപ്പിൽ ഷാമ്പു എടുത്തിട്ട് ഷാമ്പു ജസ്റ്റ് മിക്സ് ചെയ്ത് ഫോം ആക്കുക. അല്ലെങ്കിൽ ഫോം വാഷ് ഉണ്ടെങ്കിൽ ഫോം എടുത്ത് കുറച്ച് ഫോം ആക്കുക. എന്നിട്ട് നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈവൻ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പവർ ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളിതിൻ്റെ ഈ ഗ്യാപ്പ്, അതായത് ഈ നമ്മുടെ ഈ ആക്സിൽ വരുന്നത്, നമ്മുടെ ഷോക്ക് വരുന്നത്, ഈ കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഈവൻ നമ്മൾ കുറച്ച് സൈഡിലേക്ക് ചെരിച്ച് വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യാനായിരിക്കും നല്ലത്. നമ്മൾ ഫോമിൽ ബ്രഷ് ഫോം നോക്കിയിട്ട് ജസ്റ്റ് ഈ പറയുന്ന പോലെ നമുക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ ജസ്റ്റ് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സൈഡിലേക്ക് ചെരിച്ച് വെച്ചുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ഇതിലെ ഇതിലിപ്പോൾ ഉണ്ടാകുന്നൊരു കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഇത് നേരെ താഴേക്ക് പൊക്കോളൂ. ഈവൻ ഇത് നമ്മുടെ ബോഡിലേക്ക്, ഇലക്ട്രോണിക് ഐറ്റംസിലേക്ക് പോവില്ല. ഇത് ചരിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്യുന്ന വാട്ടറെല്ലാം നേരെ താഴേക്കാണ് പോകത്തുള്ളൂ. സോ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഈ ഭാഗത്ത് ക്ലീൻ ചെയ്യാനായിട്ട്, അടിയിൽ ഈ ഭാഗം ക്ലീൻ ചെയ്യാൻ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് വളരെ ക്ലീനായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ സൈഡ് ക്ലീൻ ചെയ്യാനായിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു വയ്ക്കാം. നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഈ പറയുന്ന പോലെ ക്ലീൻ ചെയ്ത് വിടാം ഈവൻ. എന്നിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ അടിഭാഗം വ്യക്തമായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വന്നത് നമുക്ക് ഹുഡ്. ഇപ്പോൾ ചില കാറിൽ ഹുഡ് നമുക്ക്, അതായത് ഇതിൻ്റെ ബോഡി നമുക്ക് ഫുള്ളായിട്ട് ഇവിടുന്ന് റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള കാറാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ നമുക്കത് മാത്രമായിട്ട് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്തെടുക്കാം, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എൻ്റെ വയറിങ് കണക്ഷൻ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ലൈറ്റ് വന്ന കാരണം ഈവൻ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് വൈഡാക്കി വെച്ചിട്ട്, ഈവൻ നമ്മളിത് കുറച്ച് വൈഡാക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് പയ്യെ സ്ലാൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം ഇപ്പോൾ നമുക്ക് വലിയ ബ്രഷോ ഈ ബ്രഷോ ഏത് ബ്രഷോ നമുക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ക്ലീൻ ചെയ്ത് നമുക്ക് പുറത്തേക്ക്, മീൻസ് അത് ഡ്രെയിൻ ചെയ്ത് കളയാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത്യാവശ്യം ഒരു RC കാർ ഓൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇവൻ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല പുറത്തൊക്കെ പോയിട്ട് പൊടിയിലൂടെയും അത്യാവശ്യം പൊടിയും കാര്യങ്ങളും ചെളിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ
അത്യാവശ്യമായിട്ട് മേടിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ഇത്. കണ്ട ഒരു ഗൺ പോലെ ഇരിക്കുമെങ്കിലും ആക്ച്വലി ഇതിൻ്റെ പർപ്പസ് ഒരു ഗണ്ണാണ്. ഇത് എയർ ബ്ലോവറാണ്. എയർ ബ്ലോവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോഴ്സിൽ എയർ ഔട്ട് ചെയ്യും, നല്ല പോയിൻ്റായിട്ട് എയർ ഔട്ട് ചെയ്യുന്നൊരു സാധനമാണ്. ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് നമുക്ക് ഇത് വെച്ച് അടിച്ച് പുറത്തേക്ക് കളയാവുന്നതാണ്. പുറത്തേക്ക് കളയപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. നമുക്കിപ്പോൾ കൈ കൊണ്ട് എത്താത്ത സ്ഥലങ്ങൾ, തുണി കൊണ്ട് തൂക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഇത് വെച്ച് അടിച്ച് നമുക്ക് ബോർഡിലും കാര്യങ്ങളിലൊക്കെ ഇരിക്കുന്ന കുറച്ച് വെള്ളങ്ങൾ അടിച്ച് പുറത്തേക്ക് കളയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വലിയ വിലയൊന്നുമില്ല. ഇത് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും എല്ലാ ഓൺലൈൻ സൈറ്റിലും വാങ്ങാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ കിട്ടാത്തൊരാളാണെങ്കിൽ ഇത് മീൻസ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് മതി, ഞാൻ അയച്ചു തരാം. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഈവൻ നമ്മളിപ്പോൾ ഒരു പൊടിയിലൂടെയും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ടെങ്കിലും ഇത് അടിച്ച് ഭയങ്കര പവറാണ്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ പിന്നെ ചെയ്യുന്നതാണ്, ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കുറച്ച് സാൻഡി ആയിട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ നല്ല ഡസ്റ്റുള്ള സ്ഥലത്തോ ഓടിച്ചിട്ട് ജസ്റ്റ് നമ്മൾ വേറെ ക്ലീൻ ചെയ്യാനായിട്ട് വേറെ നമ്മൾ വാഷ് ചെയ്യാനോ ഒന്നിനും നിൽക്കണ്ട. ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് ബ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സകല പൊടിയും പോകുന്നതാണ്. അപ്പോൾ അത്യാവശ്യമായിട്ട് മേടിക്കാം, വലിയ വിലയൊന്നുമില്ല, മേടിച്ചിരുന്ന ഉപയോഗമുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ ഇല്ലയെന്ന് വെച്ചിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല ഈവൻ. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് നമുക്ക് ടോട്ടൽ ക്ലീൻ ചെയ്യുക. മീൻസ് ബോർഡിലേക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക്, അതായത് ഇതിൻ്റെ മോട്ടർ കാര്യങ്ങൾ, ഇതിൻ്റെ ബോർഡ്, ഇതിൻ്റെ സെൻസർ, ഈ കാര്യങ്ങളിലേക്ക് ഒന്ന് വെള്ളം അധികം വാട്ടർ ചെല്ലാത്ത രീതിയിൽ വേണം നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് കിട്ടും. ഞാൻ എൻ്റെ ബാറ്ററി കണക്ടർ ഊരിയിട്ടേക്കാണ്. ഈവൻ അങ്ങനെയാണ് ചെയ്യുക. ഇത് കഴിഞ്ഞ് നമ്മൾ വാഷിങ്ങും കാര്യങ്ങളും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വേണ്ടൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ് WD-40. ഈ സാധനം ഈവൻ ഇതെല്ലാ മാർക്കറ്റിലും കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടിക്ക് ഗ്രീസ് അടിക്കുന്ന പോലെ ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഏരിയസ്, അതായത് ഇതിൻ്റെ ആക്സിൽ വരുന്നത് ജോയിൻറ്റുകൾ, ഷോക്കിൻ്റെ കാര്യങ്ങൾ, അതായത് തുരുമ്പെടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഈ മീൻസ് വെള്ളം കയറിയോണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് WD-40 ആണ് സാധനം. ഇതിപ്പോൾ എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും പോയാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ജോയിൻ്റ് വരുന്ന സ്ഥലങ്ങൾ, ഇവിടെ ആക്സിൽ ജോയിൻറ്റുകൾ റസ്റ്റ് എടുക്കും എന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യം ഇത് വന്നത് അലൂമിനിയമാണ്, ഇതിൻ്റെ ഫ്രെയിം എല്ലാം വന്നത് അലൂമിനിയമാണ്. അപ്പോൾ അങ്ങനെ റസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും നമുക്കൊരു ഇതൊരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ WD-40 തന്നെ വേണമെന്നില്ല. നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല ഓയിലോ, ഇത് മാൻഡേറ്ററി അല്ല. ഞാനിപ്പോൾ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളൂ. മാൻഡേറ്ററി അല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിലും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ട് ചെറിയൊരു സൗണ്ടിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്മൂത്ത്നെസ് കിട്ടും. ജസ്റ്റ് ഒരുപാടൊന്നുമില്ല, കുറച്ച് ഇതിൻ്റെ ജോയിൻറ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.